ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും. ദൈവം പോകി ഹൃദയവനെ ദിവനിച്ചില്ല, അവനെ ഉൾക്കൊണ്ടവരെ ജീവൻ പൂർണ്ണാനന്ദിക്കും. എല്ലാവരും എഴുന്നള്ളത്താൽ ബോധരത്തെന്നറിയിരിക്കുകയും ശത്രുത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ഞാൽ കബറടക്കപ്പെട്ടവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ജീവനരുടെ തലവനും മരിച്ചുപോയവരുടെ നാശമുള്ളായ ഈ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവിടെയും നിന്നെയും ഏറ്റുപറയുകയും നിന്റെ സ്ലീബായെ വന്ദിക്കുകയും നവജീവന്റെ അച്ചാരമായ നിന്റെ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളെ നീ ഉപേക്ഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോദിസ മൂലം നീ നൽകിയ പ്രകാശവസ്ത്രവും മുറോനും മുദ്രയും നിന്റെ ദാസിയിൽ നന്നായി എടുത്തു കളയരുതേ. നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിന്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെയും കൃപയാലും മനുഷ്യസ്നേഹത്താലും നിന്റെ ഭവനത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളെ പരിഹാരവും ഭാവങ്ങളും പ്രാപിക്കുമാറാകട്ടെ. കേൾക്കും രാജൻ തന്നുടെ ശ്രീവാണും എന്നെ ഞാൻ കണ്ടേടും. അനുഭവവും പാവപരിഹാരത്തിന്റെ അനുഭൂതിയും നൽകണമേ. നിന്റെ സ്നേഹത്തെ ഉദിക്കുകയും ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ വന്ന് പിതാവിനും നിന്നെ കൂട്ടിക്കൊണ്ടുപോയവൻ വാഴ്ത്തപ്പെട്ടവനാണെന്ന് അവൻ കന്യകമാരോട് ശാശ്വത രാജ്യത്താശ്വാസം നിന്ദാസിക്കേ ഗോപധാമിയരൊപ്പം ശ്രദ്ധരുമൊന്നായി നിൻ കൈപ്പണിയാനത്ത് പാദരൂപത്തെ ൊപ്പം നിന്നെ നിത്യവും വാഴ്ത്തിയുള്ളവരായിരിക്കുക. ഈ അമ്മ തന്റെ ജീവിതം കൊണ്ട് ആ വലിയ അധ്വാനത്തിന്, വിശ്വസ്തതയ്ക്ക്, സ്നേഹത്തിന് പരമകാരുണികനാകുക എന്നും ഉണ്ടായിരിക്കട്ടെ. തന്മാരെ ദൈവം കൃപ ചെയ്യും. ജീവിപ്പാനങ്ങത്തെട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താരുളിൽ ശോഭ
എനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങ് പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് കൂടാരമാകുന്ന എൻ ഭവനം വീട്ടകന്നാലെനിക്കേറെ ഭാഗ്യം കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് കർത്തനേശു തന്റെ. എൻ്റെ പ്രിയപ്പെട്ട ആളുകള്, അതുപോലെ അയൽക്കാര്, ഈ ദേശം അവരോടൊക്കെ യാത്ര ചോദിച്ച് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കടന്നു വന്ന അവസരത്തിലൊക്കെ ഒരമ്മയ്ക്കെടുത്ത സ്നേഹവും കരുതലും ഒക്കെ പ്രത്യേകമായി നൽകിയ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഈ ഭവനത്തിൽ നിന്ന് ഈ സമയത്ത് നിങ്ങൾ ശരീരം പ്രത്യേകമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പ്രാർത്ഥന നടത്തുകയാണ്. നമുക്കെല്ലാവർക്കും അമ്മയുടെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശവാസികൾ എന്നുള്ള നിലയിൽ, ഈ പ്രിയപ്പെട്ട ഭവനത്തിലെ കുടുംബാംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ഈ അമ്മയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമായ പ്രാർത്ഥനാപൂർവമായ യാത്രയെക്കാണ് നമ്മൾ ഈ സമയത്ത് നൽകുന്നത്. നമുക്കൊന്നു ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ പരിപാലിക്കലുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അനുഗ്രഹാത്മനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അനുഗ്രഹാത്മനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. അനുഗ്രഹാത്മനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ശുശ്രൂഷകളും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ എല്ലാവരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും നീക്കങ്ങളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഭക്തനിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജീവൻ യാക്കോബിൻ
കർത്താവിന് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട സ്തുതി സജീവവും ജീവദായകവുമായ ശബ്ദത്തിനെ ആ ശബ്ദമകനീയമായ നീ ജീവിതയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കട നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം മനുഷ്യരെ നീ കടാപുറവും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനപ്പെടുന്നവരെ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം മനുഷ്യവംശത്തിന്റെ രക്ഷകരമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുമായ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ മണമറയിലേക്ക് നയിക്കുവാനായി വാനഭാഗങ്ങളിൽ മഹത്വത്തോടുകൂടി ആകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കണ്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെയും നീ നിശബ്ദീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷപ്രബോധനെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്തായി ആത്മാവിന്റെ കരകൾ കഴിയെ വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ശ്വാസയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ദേവദൂരി നമ്മുടെ കണ്ണമ്പള്ളി ഇടവകയുടെ പുതിയ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കനിമലച്ചനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇടവകയിലെ പ്രിയപ്പെട്ട ആളുകളുമാണ് ഈ സമയത്ത് ഈ ഭവനത്തിൽ കടന്നു വന്ന് നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള ഇടവകയുടെ പേരിലുള്ള നന്ദി ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ സമയത്ത് അറിയിക്കും. രണ്ടാമത്തെ ശുശ്രൂഷ നമ്മൾ ഈ സമയത്ത് കൃത്യമായിട്ട് നടത്തുകയാണ്. നമുക്ക് ഈ അമ്മയ്ക്ക് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കാം. മരണത്തിൽ നിന്ന് മരണമുള്ളവരെ പ്രകാരം മരിച്ചു നല്ലവരും കരുണാ
മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തിൽ നിന്നിരുന്ന നശ്വര ലോകത്തിൽ നിന്ന് വിട്ടുപോയ ഞങ്ങളുടെ ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവൾക്ക് പരിപൂർണമായ ആത്മവിശ്രാന്തി നൽകണമേ. നിന്റെ രാജ്യത്തിലെ ഭവനത്തിൽ അതിഥികളോടൊപ്പം കൂടെ ഇരുത്തണമേ. മരിപ്പിക്കുന്നവരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നീ നല്ലവരും സ്നേഹം കാരുണ്യവാനുമത്രേ. മറക്കരുതവരുടെ ഉപകാരങ്ങൾ നിന്നും രക്ഷിച്ചിടും. നിൻ രോഗങ്ങളെ സൗഖ്യവുമാക്കും. പാർക്കുമോ ശുഭഭോലാഭോനബരോവൻ രൂപോ കാരീശോ. എന്റെ ശരീരം ഭക്ഷിച്ചു എന്റെ രക്തം പാനം ചെയ്തും എന്നിൽ വിശ്വാസമേയെന്നു എന്നിലും അവനിൽ ഞാനുമെഴും അവസാന ദിനത്തിൽ അവനെ എഴുന്നേൽപ്പിക്കും എന്നേവം അരുളി ചെയ്തൊരു ദേവേശ ദാസിക്കു സ്ഥാനം നൽകാം. നാശത്തിൽ വിതപ്പെടുന്നവയെ നാശമില്ലായ്മയായി ഉയർപ്പിക്കുന്നവനും ഭൗമതിയിൽ വിതയ്ക്കപ്പെടുന്നവയെ മഹിമയിൽ ജീവിപ്പിക്കുന്നവനും പ്രാണമയമായ ശരീരങ്ങൾക്ക് ആത്മീയാവസ്ഥ നേടിക്കൊടുക്കുന്നവരുമായ ജ്ഞാനിയായ സൃഷ്ടാവും സുസ്ഥിരനും അവധാരകനുമായ കർത്താവിനെയും നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. തന്റെ ദാസിയുടെ മൃതസംസ്കാരം നിർവഹിക്കുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ആദിജാതമാരുടെ സംഘത്തിലൂടെ നീ ആശ്വാസ സമേതം വസിപ്പിക്കണമേ. കർത്താവേ, നീ സത്യമായ പ്രകാരം മഹാശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുകയും വിശുദ്ധ മാലാഖമാർ മുഖേന 4 പാർക്കുകളിൽ നിന്നും നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കവറുകളിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദാസിയെ കരുണാപൂർവ്വം ഓർമ്മിച്ചു നൽകണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിങ്കിൽ അവിടെയും ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ലജ്ജാകരമായ പ്രവൃത്തികളെയും നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും കൊണ്ട് ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കി. ഞങ്ങൾ നശിച്ചു പോയപ്പോൾ നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ നീ രക്ഷിച്ചു. നിന്റെ തിരുശരീര രക്തങ്ങളിൽ ഞങ്ങളെ നീ പങ്കുകാരാക്കി. ഞങ്ങളുടെ വചനപ്രകാരവും പ്രവൃത്തിക്കനുസരണവും ഞങ്ങളെ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദുരിതം. ആകയാൽ ഉത്തമനും ദയാലുമായവനെ മനസ്സിലുണ്ടായി ഞങ്ങളോട് ക്ഷമിക്കണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പാപികളെ നല്ല അന്ത്യത്തിനും അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും അർഹരാക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവരും സകലരോട് കരുണ ചെയ്യുന്നവരുമായ ദൈവമേ, സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും നിനക്ക് യോഗ്യമാകുന്നു. ആത്മത്തെ തനുവിൽ നിന്നും നീ
സമ്പന്നനായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വലിയ പ്രാപിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ യാത്രാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ അസുഖനായിപ്പോൾ സ്വീകരിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും സന്നദ്ധികളുടെ ധൈര്യത്തിനും യോഗ്യാക്കണമേ. ശബ്ദം പുനരുദ്ധാരത്തിൽ അഭിമാനിതമതിന്റെയും ദൂരെ നിന്നും പ്രിയസഹയിൽ മൃതരായോരിന്നും പൂർണ്ണാനം ചെയ്യിപ്പിക്കും ഒരിയോരാകെ വേലൈനോകാത കർത്താവീ കൃപചെയ്യേണമേ ദാസിക്കേ ഇടമേ പുണ്യം നിന്മഹിമോ ദയനാഥനിൽ നിൻവരപാകെ നിർത്തിവളെ ധർമ്മൈകൻ മാരുത്തിവളെ അനുവാദി ആത്മികേണം തെറ്റുകളെ നീയോക്കരുതേ കുറ്റങ്ങൾ മോചിക്കേണം പ്രാർത്ഥനകേ ഇവളെ പുണ്യം നാക്കേണം അവർ മധ്യേ അവർ പാടിയിടും നാഗാദി സ്വക്കരൻ താൻ മൃതരും ജീവിക്കുന്നോരും നാഗാവിൻ ദേവാട്ടേ കർത്താവേ കൃപ ചെയ്യണമേ ദാസിക്കേ ഗണമേ പുണ്യം തിരുമഹിമോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. രണ്ടാമത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മൃതശരീരം നമ്മൾ പെട്ടിയിലാക്കി നമ്മൾ പുറത്തുള്ള പന്തലിലേക്ക് ക്രമീകരിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ അതിനുള്ള ക്രമീകരണം നടത്തും. ബാക്കിയുള്ള ആളുകളെല്ലാം അതിനോട് പ്രത്യേകമായിട്ട് സഹകരിക്കുക. പോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം
വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ, എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എൻ്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. ഇഹത്തിൽ ഒന്നുമില്ലായേ, നേടിയതെല്ലാം മിഥ്യയേ. പരദേശിയാണുലകിൽ ഇവിടെന്നും മന്യനല്ലോ. പരദേശിയാണുലകിൽ ഇവിടെന്നും മന്യനല്ലോ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? പരമേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പരനേ വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലും ഇല്ലയേ. ലേശം താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലും ഇല്ലയേ. കണ്ണുനീർ എന്നു മാറുമോ, വേദനകൾ എന്നു തീരുമോ? കൈക്കൊണ്ട് ഭക്തരായി മരിച്ചോ കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നിൽക്കണം അവർ വലഭാഗത്തിൽ. ശരണം പ്രാപിക്കുന്നു. എന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞായി ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. ഇവൾ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും എന്റെ പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും വസിക്കുവാൻ്റെ ആകണമേ. മുറങ്ങാലോ നീ ജീവനെടുത്തിടുമ്പോൾ പ്രതിയാർന്നിട്ടവർ ചേരും മണ്ണിൽ
കർത്തൃമഹത്വം വാഴട്ടെന്നും. ഹാലേലൂയ ഹാലേലൂയ. സൽക്രിയകളിലുടയോ മോനിക്കും പാറയ്ക്കുമോ. ശുഭഹൂലാബോലതുറോ ഫൽറുഹോ കാദീശോ. നിനമോലം മാതാ നിനമോലം തൻ സ്നേഹിതനാം ലാസറിനെ കബറിന്നും നൽകി വിധവാസുതനെ മരണത്തിൻ്റെ പിടിയിന്നും രക്ഷിച്ചവരെ നാം ഒന്നായി വന്ദിക്കാൻ സ്തുതി പാടിട നിരരാമിയരേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രാജാധിരാജാവും കർത്താധി കർത്താവും മരിച്ചവരുടെ ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മണ്ണറിഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തക്കയിൽ സംഭവിക്കുന്നവനുമായ ദൈവമായ കർത്താവിനെ സ്തുതി. എൻ്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും നിങ്ങളുടെ ആവിഷ്കാരങ്ങളിലും സ്തുതി ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവ്വം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ ശിക്ഷിച്ചു. പരദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചുകൊണ്ട് പരദീസായിൽ നിന്നും ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്യമായ പുരുഷനെ നീ കരുണയോടെ ഏൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ ബലമുള്ള വാതിലുകളും സാക്ഷാകളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടെ എല്ലാ സ്ഥലത്തു നിന്നും നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരും ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്കർപ്പിച്ചു. കാലത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷസമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും എപ്പോഴും നിന്നെ ആരാധിക്കുകയും ചെയ്യുവാനിടയാക്കണമേ. ജീവിതത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും നാം പ്രാപിക്കട്ടെ. നഗര കവാടത്തിൽ കൂടെ പോകും നേരം ഞാൻ കേട്ടൊരു നാദം അരികെ ചെന്ന് ശ്രദ്ധിച്ചു നിന്നു. ഗേദം തോന്നും നാദത്തെ കോമളരൂപർ തരുളന്മാരെയും ബാലന്മാരെയും കണ്ടു. ഉന്നതജാത വനിതകളും ദാസി വൃന്ദവുമാഴകാർ പാടുന്നു. ദുഃഖസമേതം ചോദിച്ചേ എന്തിൻ സ്നേഹം കേൾവു സുന്ദരരെ വ്യതയാൽ എന്തിനു പാടുന്നു എന്നോടോതി കോഷാമിണ്ടാതെ പാതാളത്തിൽ പാഴായി തീർന്നിടും രൂപത്തിന്മേൽ കർത്താവേ ജീവ
ജീവൻ നൽകി പ്രഭയേറും വസ്ത്രം ആണിയിക്കണമേ. സ്തോത്രം. സർവശക്തനായ മഹാകാരുണ്യവാനുമായ ദൈവമേ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ പ്രകാശിച്ചിരിക്കുന്നത് ഞങ്ങൾ സമർപ്പിക്കുന്ന ധനം സ്വീകരിക്കണമേ. സ്വർഗീയ യെരൂശലേമിലെ മോഹനീയ സ്ഥലങ്ങളിലൂടെ വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിൽ തിരുമ്പാനുള്ള പ്രവർത്തനങ്ങളെ അഭയാക്കണമേ. സമേതം കൈക്കൊള്ളുക, ഇവൾ തൻ കുറ്റം മോചിക്ക, ഇവളെ വിളിക്കരുതേ നാഥ. അപരാധികളർപ്പിച്ചിടും നരകത്തിനിവരക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവര പൂവേണം. ബാരിക്കുമോ ശുഭഭോല ബോല ബരോവൽ റൂഹോ ഖാദീശോ. വേദം മൃതരായോർമേ അവരുടെ മേഖലയിലമിന് അധികാരവും അവകാശമതും ബലവാനാം സംസാരവരെ പുസ്താരം ചെയ്യുന്നു. അവരംഗേദാസന്മാരും പങ്കാളികളും തനയരുമാ പിന്നിൽ നിന്നിവരിലേക്ക് കേവിടുമുന്നതമാം രാജ്യം. കാന്തനു കാത്തോരാ കന്യാരനാരോപം ചേരും നീ സഹജി പുനരുദ്ധാനത്തിൽ. ജീവൻ പോയി തിരിയും മാതാവി ഓക്കിടുമാത്രയിൽ നെടുവേ ഉയരുന്നു. ദീനാരാഗം കേൾക്കുന്നോരെല്ലാം ഗേദത്താരവരോടൊപ്പം കരയുന്നു. ചങ്കങ്ങൾ കാലി പടിമൂന്നേ താടീശ യോഗീന കൃപയാൽ കരുണ നിരഞ്ജനീ പുനരുദ്ധാനത്തിൽ നിന്നോട് പാപം മോചിക്ക കുറ്റം മായിക്ക പരിശുദ്ധന്മാരോടൊപ്പം സാവതുലികൾ നീതി വിധി ദിവസം ഇവർ പാടിയിടട്ടെ. വന്നവരും വരുമോ മക്കളെ
ദാസനും കൃപ ഹാലേലൂയ ഭക്തന്മാരും ദൈവം കൃപ ചെയ്യും ജീവാസരമരുണർത്തണമേ കാരീനം ഉയരത്തിൽ നിന്നേടുന്നള്ളി ജീവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. നമ്മുടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മൃതശരീരം ശവസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുവാണ്. ഉച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ സമയത്ത് നമ്മുടെ ആഗ്രഹമാണെങ്കിലും എല്ലാവർക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ കർശനമായിട്ട് പാലിക്കണം. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട കുടുംബക്കാർ പറയുന്ന 20 ആളുകൾ മാത്രമേ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് വരാവുള്ളൂ. നമ്മൾ ഈ സമയത്ത് എല്ലാവർക്കും അന്തിചുംബനം നൽകാനുള്ള അവസരമില്ല. കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് ഈ സമയത്ത് അന്തിചുംബനം നൽകുന്നു. അതിനുശേഷം നമ്മുടെ ദേവാലയത്തിലേക്ക് മൃതശരീരം ഈ സമയത്ത് അതൊക്കെ ശുശ്രൂഷകൾക്കായിട്ട് കൊണ്ടുപോകും.